കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ തിരുവചന ധ്യാനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അവൻ്റെ വിരിച്ച ചിറകിൻ കീഴെ നമ്മെ കാത്തു സൂക്ഷിച്ചതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് സമർപ്പിക്കുന്നു. പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗം ചിന്തിക്കാം. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. നാം ഈ വേദഭാഗം ചിന്തിച്ചത് ഇപ്രകാരമാണ്: സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ശലോമൻ നമ്മോട് പറയുകയാണ്, നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളണമെന്ന്. കാരണം അതിൽ തന്നെ ആൻസർ കാണുന്നുണ്ട്. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. നമുക്കറിയാവുന്നതാണ്. സയൻസ് പഠിച്ച അല്ലെങ്കിൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ജീവന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായിരിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ്. കാരണം നമ്മുടെ ശരീരത്ത് അനേകായിരം ഞരമ്പുകളുണ്ട്. അതിലേക്ക് രക്തം പമ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ശരീരത്തെ ഊനമില്ലാതെ നിർത്തുന്നത്, നമുക്ക് നടക്കുവാൻ, ഇരിക്കുവാൻ, കടക്കുവാൻ, പ്രവർത്തിക്കുവാൻ, അധ്വാനിക്കുവാൻ എല്ലാം കഴിയുന്നത് ഹൃദയത്തിന്റെ പ്രവൃത്തി കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു നിമിഷം നിന്നുപോയാൽ, ആ ഹൃദയത്തിന്റെ പ്രവൃത്തി ഒരു നിമിഷം നിന്നുപോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന് ഏതൊരു ഡോക്ടേഴ്സും വിധി എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളുവാൻ പറയുകയാണ്. അതുമാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് സകലവിധ പ്രവൃത്തികളും വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് നമുക്ക് തെളിവായി മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20-21 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്നും മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നു തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തു നിന്നും പുറപ്പെടുന്ന അനേകം വിധ വിഷയങ്ങൾ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതും പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമുള്ള ഈ സ്വഭാവ വൈകല്യങ്ങളെല്ലാം പുറപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തു നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. അതായത് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ആ വാതിൽ, ഹൃദയമാകുന്ന നമ്മുടെ വാതിലിൽ നിന്നും ആര് മുട്ടുന്നു? യേശു കർത്താവ് നമ്മെ മുട്ടി വിളിക്കുന്നു. നമ്മ ഈ ഹൃദയം തുറന്നു കൊടുത്താൽ, നമ്മുടെ ഈ ഹൃദയം കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്താൽ, യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും നാം അവനോട് കൂടെ വസിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുമെന്നാണ് ആ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്ത്, നമ്മുടെ ഹൃദയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം തന്നെ വായിക്കുന്നു: മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ വളരെ ദുഷ്ടതയേറിയത് അല്ലെങ്കിൽ വളരെ ദോഷമേറിയത് എന്ന് യഹോവയായ ദൈവം കാണുന്നു. ഭൂമിയിൽ മനുഷ്യൻ പെറ്റുവരുകി
ജനം പെരുകി പെരുകി വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയവിചാരങ്ങളെല്ലാം ദോഷമുള്ളതെന്ന് യഹോവയായ ദൈവം കാണുകയും അവിടെ ഒരു നോഹയെ ദൈവം തന്റെ കൃപ നൽകി നോഹയും കുടുംബത്തെയും അവിടെ വേർതിരിച്ച് നിർത്തുകയും ഈ ദോഷമുള്ള തലമുറയുടെ മേൽ ദൈവം തന്റെ ന്യായവിധി ഇറക്കി ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം മനുഷ്യന്റെ ഹൃദയം എപ്പോഴും ദോഷം ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരവയവമാണ്. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, കാരണം ശലോമോന്റെ ജീവിതത്തിൽ ശലോമോൻ ചെയ്തതും പ്രവർത്തിച്ചതും തന്റെ ജീവിതചര്യകളെല്ലാം ദോഷത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ദൈവത്തോട് കൂടെ നടക്കേണ്ട ശലോമോൻ ദൈവത്തോട് കൂടെ നടക്കാതെ തന്റെ പിതാവായ ദാവീദ് കാണിച്ചു കൊടുത്ത ആ മാതൃക പ്രകാരം ജീവിക്കാതെ ശലോമോൻ തനിക്ക് ബോധിച്ചതുപോലെ അന്യജാതികളിൽ നിന്നും വിവാഹം കഴിക്കുകയും ആ സ്ത്രീകളോടുകൂടെ ചേർന്ന് അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളിൽ കൂടെ ശലോമോൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അത് നിമിത്തം തനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ദാവീദിനെ പോലെ ശലോമോന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവന്റെ ഹൃദയം വളരെ ദോഷമുള്ള കാര്യങ്ങളിലേക്ക് ചായുകയും അവന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾക്കൊത്തവണ്ണം, ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ വഴികളിൽ കൂടി യാത്ര ചെയ്ത നിമിത്തം ശലോമോന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വളരെ അകന്നു പോകേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെയാണ് ശലോമോൻ അത് എടുത്തു പറയുന്നത്, നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളണമെന്ന്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് കാത്തുകൊള്ളുക. കാരണം ഈ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്തകളും അഹങ്കാരവും നിഗളഭാവവും ഉന്നത ഭാവവും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന സ്വഭാവ വൈകല്യങ്ങളും എല്ലാം പുറപ്പെടുന്നത് ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് സംരക്ഷിക്കാം, ദൈവിക സ്നേഹം കൊണ്ട് നിറയ്ക്കാം. കാരണം യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ യേശു കർത്താവ് വസിക്കുന്നിടത്ത് സ്നേഹം, സമാധാനം, സന്തോഷം അങ്ങനെ തുടങ്ങിയ ആത്മാവിന്റെ ഫലം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു കഴിയുമ്പോൾ നമ്മിൽ നിന്നും പുറപ്പെടുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളല്ല, പിന്നെയോ ആത്മാവിന്റെ ഫലം നമ്മിൽ നിന്നും പുറപ്പെടുകയും യേശു വസിക്കുന്ന ആ ഹൃദയത്തിൽ നിന്നും ദൈവത്തിന്റെ സ്നേഹം അനേകരിലേക്ക് നമുക്ക് കൈമാറി അനേകരെ നമുക്ക് ശിഷ്യരാക്കി കൊള്ളുവാനും, അനേകരെ നമുക്ക് സ്നേഹിക്കുവാനും, അനേകരെ നമുക്ക് കരുതുവാനും, അനേകരെ നമ്മളോടുകൂടെ ചേർത്ത് കൊള്ളുവാനല്ല കാരണമായി തീരും. ആകിയാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവവുമായിട്ടൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ഹൃദയത്തെ വളരെ അധികം സൂക്ഷിച്ചുകൊണ്ട് ദുഷ്ടതകളായിരിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ അശുദ്ധ ചിന്തകൾ, അശുദ്ധ പ്രവൃത്തികളും എല്ലാം ഞാൻ നീക്കിക്കളഞ്ഞ് ദൈവം വസിക്കുന്ന ഒരാലയമാക്കി എൻ്റെ ഹൃദയത്തെ തീർക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്തും. ഞാൻ ആ സ്വഭാവത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ സ്വഭാവമുള്ളവരായി ജീവിക്കും എന്നൊരു തീരുമാനം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവവുമായിട്ട് എടുക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് വളർത്തിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സകല മഹത്വം ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സമയങ്ങളെ അധികമായി വേർതിരിക്കുകയും ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പൈതങ്ങളായി കർത്താവ് വസിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയായി ഈ ഭൂമിയിൽ നമ്മുടെ ശിഷ്ടായുസ് തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.